ഞാനിങ്ങനെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, മോനെ ഒന്ന് പറഞ്ഞു മതി, ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി, എനിക്കതാണ് സിനിമയ്ക്കൊരു ദോഷം വരരുത്. ഞാൻ കണ്ടതല്ലേ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പൊതിഞ്ഞ്, അപ്പോൾ എന്താണെന്ന് ഓർത്ത് ഇങ്ങനെ ഒന്നും. ഇപ്പോൾ അവർ പറഞ്ഞ് ചേച്ചിനെ ഇവിടെ ഇരുത്തിയിട്ട് ഇക്കെ പറയാനാണ് ചേച്ചിനെ വിളിപ്പിച്ച. ഇത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഇത് ഭയങ്കര ഒരു സന്തോഷമായി. ഇല്ലാതിരുന്നത് നന്നായെന്നല്ലേ ഇപ്പം എല്ലാവരും പറയണ. റിലേഷനൊക്കെ കാണും, അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞില്ലേ. അപ്പോൾ അതിലെ ആൾക്കാർക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം ഇല്ലാഞ്ഞ് നന്നായെന്നാണ് ഇപ്പം പറയുന്നത്. ഏകചിത്ര സിനിമ ഇപ്പോൾ വൻ വിജയമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അന്ന് എന്താ സംഭവിച്ചത്? അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സിനിമയിൽ കാണിക്കാഞ്ഞ ഒരു വിഷമം കൊണ്ട് കരച്ചിലായിരുന്നു ഞാൻ. കരഞ്ഞുകൊണ്ട് ഇന്നിപ്പം ഇങ്ങനെ എഴുന്നേക്കാതെ ആ സീറ്റിൽ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കൂട്ടുകാരത്തി പറഞ്ഞത്, എടി ഇതേ ആസിഫ് സാറ് ഐശ്വര്യ ഒക്കെ വരുന്നു, അപ്പം കരയല്ലേ തല വെക്കെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരത്തി പറഞ്ഞപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ സാറ് തൊട്ടടുത്തെത്തി. അപ്പോൾ ഞാൻ വേഗം കയ്യൊക്കെ പിടിച്ചു. ഞാൻ അരിയിലെ സീറ്റിൽ തന്നെ ഇരുന്നേച്ചാ. അപ്പോൾ കയ്യിൽ പിടിച്ച് പറഞ്ഞ്, സാറ് ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ്. അപ്പോൾ സാറിന് എല്ലാവരും പൊതിയുമല്ലേ, അപ്പം അങ്ങനെ ഇറങ്ങി വരുന്ന ഇതിൽ സാറിന് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും സാറ് തിരക്കി കാണും, അതുകൊണ്ടല്ലേ ഇത്ര ഇത് എന്താണെന്ന് കരഞ്ഞപ്പം എല്ലാവരും ഇറങ്ങി വന്നപ്പോഴൊക്കെ ചോദിച്ചു. ഈ കുറേ ആൾക്കാർ ഇതൊക്കെ വെച്ച് പറയും, എന്താ ചേച്ചിയുടെ കണ്ണ് അറിഞ്ഞ് എന്താ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ കൂട്ടുകാരത്തോടും പറഞ്ഞു, ഒന്നും സിനിമ നല്ല സിനിമയല്ലേ, അപ്പോൾ അതിനൊരു ഇത് വരരുതല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒന്നും പറയരുത്, നെഗറ്റീവ് ഒന്നും വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കണ്ണീരൊക്കെ തുടച്ചിരുന്നു. പക്ഷേ എന്നെ വിളിക്കൊക്കെ ചെയ്യണ സുമേഷിനെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. സുമേഷ് ഒന്ന് അങ്ങനെ സീനിലില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സുമേഷിനതും സഹിക്കാൻ പറ്റാത്ത ഇതായി. എന്ന് വെച്ചാൽ ആ കൊച്ചാണ് എന്നെ വിളിക്കുക സിനിമയിലെ സുമേഷ്. അപ്പം എന്നെ വിളിക്കുകയും എല്ലാം പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യം എല്ലാം പറഞ്ഞതൊക്കെ സുമേഷാണ്. അപ്പം ഡബിങ്ങിന് വിളിച്ചതും ഒക്കെ. അപ്പം ഞാനിങ്ങനെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, മോനെ ഒന്ന് പറഞ്ഞു മതി, ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി, എനിക്കതാണ് അത്രയ്ക്ക് സപ്പോർട്ടുണ്ട് എനിക്ക് ആൾക്കാർ. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി. കുറേ പേര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, കുറേ പേര് ഉച്ചക്കത്തേന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഇട്ടേക്കുന്ന ടിക്കറ്റൊക്കെ എടുത്ത് ഇടുവാണ് ഇങ്ങനെ, ഞങ്ങളെടുത്തു ഞങ്ങൾ പോകാൻ പോകുന്നു, ഞങ്ങൾ നാളെ പോകും, ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാനില്ലെന്ന്. അപ്പോൾ കുറച്ച് പേർക്ക് ഞാൻ ഈ സിനിമയിൽ ഞാനില്ലട്ടോ ഇങ്ങനെ ഇടുന്നുണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട് ഇടുന്നുണ്ട് ബുക്ക് ചെയ്യാൻ പോണവരോട്. അപ്പം അന്നേരത്തേക്കും ഇതിന് ഭയങ്കര വിഷമായി. ചിലപ്പോൾ അവർ കൂട്ടായിട്ട് പറഞ്ഞു കാണും, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ച് ഈ വീഡിയോ അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്ത് ഈ സാറ് പിടിച്ച് അത് അപ്പം തന്നെ എനിക്ക് മോനെ അത് അയച്ചു തന്നു ഈ സാറ് വീഡിയോ. അപ്പം ഞാൻ ഇപ്പം പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നതിൽ ആ വീഡിയോ വന്നു കഴിഞ്ഞു. കരയുന്നെന്നൊക്കെ പറഞ്ഞ്, അത് വേറെ ഐശ്വര്യ സിനിമ കണ്ട് പൊട്ടിക്കരയുന്നതൊക്കെ പറഞ്ഞ് വേറെ പേരിലൊക്കെ അത് പല ഇതിൽ വന്ന്. അപ്പം ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഇതേപോലെ കൂട്ടായ്മയിലൊക്കെ ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞ് സിനിമയിൽ ഇല്ലട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം, ഇതെന്താ സിനിമയിലില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കട്ടായിപ്പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ അങ്ങനെ എടുത്താലും കാണിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞും പോയില്ല, അത് നീ പറയരുതായിരുന്നു, നീ എന്തിനാ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡയലോഗ് ഉള്ളത് പോവില്ല, അതുമല്ല നായകനായിട്ട് ആണ് പറയണത്, അപ്പോൾ എന്തായാലും കളയില്ല എന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞെന്തിനാന്ന് ഉള്ള പറച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ കൂട്ടുകാരൊക്കെ, പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ
ഭയങ്കര വിഷമത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വിളിക്കുവാണ് ഈ സുമേഷ് എന്നെ, സാറ് വരാൻ പറഞ്ഞെന്ന്. ഞാൻ വേഷം പോലും മാറി, ആ വേഷത്തിൽ തന്നെയല്ലേ, വൈകുന്നേരമായിട്ട് ആ വേഷം ഞാൻ മാറിയിട്ടില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നില്ല, അങ്ങടെ പോയത്. അപ്പം ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, ആരോടും ഒന്നും പറഞ്ഞില്ല, കുറെ ചോദിച്ചു അവരൊക്കെ. അതെ അതെ, ഞാൻ ആരോടും പറഞ്ഞില്ല. ആ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞു, ഒറ്റ ആളോടും പറയരുത്, സിനിമയ്ക്ക് ഒരു ദോഷം വരരുത്. ഞാൻ കണ്ടതല്ലേ, എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ, അപ്പം അതിനൊരു ദോഷം വരരുതല്ലോ. അപ്പം അതുകൊണ്ട് ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അവരെ ഒന്നും പറയിപ്പിച്ചില്ല. എൻ്റെ മറ്റേ ആ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഇതായി പറയാനൊക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് തടുത്തുകൊണ്ടേ. അത് സുമേഷ് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിളിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോ, ആസിഫ് സാറെ വിളിപ്പിച്ചേക്കണം. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും സമാധാനിപ്പിക്കാനായിരിക്കും, പറയാനായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിരിക്കും. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ചിലപ്പോൾ അടുത്ത സിനിമയിൽ എനിക്ക് ചാൻസ് തരാനായിരിക്കും, ചുമ്മാ പറഞ്ഞതാ അപ്പം എന്നും പറഞ്ഞ്. അപ്പം പോകാൻ 2 മക്കളും ഇവിടെ സ്ഥലത്തില്ല. ഈ ബൈക്കിന് ആണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് കുണ്ടന്നൂർ എത്താം ഞങ്ങൾക്ക് ബ്ലോക്കില്ലെങ്കിൽ. പക്ഷേ 2 പേരെയും വിളിച്ചിട്ട് 2 പേരും സ്ഥലത്തില്ല. അപ്പം എനിക്ക് എങ്ങനെ എത്താം, എൻ്റെ കൈ കണ്ട ഒരു സർജറി കഴിഞ്ഞിരിക്കുക, ഓട്ടോ ഓടിക്കാൻ ഞാൻ. അപ്പോൾ എനിക്ക് ഓടിക്കാൻ ആയിട്ടില്ല, 2 ആഴ്ച കഴിഞ്ഞ് ഓടിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞത്. വിരല് നിവർന്ന് വരുന്നേ ഉള്ളേ, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെപ്പോഴും അവിടെയൊക്കെ പോണ. അപ്പം എങ്ങനെ പോകുമെന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് കൂട്ടുകാരത്തിന് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയ ആ വണ്ടിക്കാ അവള് തന്നെയാണ്, ചേട്ടൻ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പം ആ ചേട്ടന് അവളെ വിളിച്ചിട്ട് ചേട്ടനോട് വരാൻ പറ, ഇങ്ങനെ ആസിഫ് അലി സാറെ വിളിച്ചേക്കണമെന്ന് പറഞ്ഞു, എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒന്ന് വണ്ടി കേടായി, പ്രസ് മീറ്റിന് മുമ്പ് എത്തണ്ടേ. അപ്പോൾ പെട്ടെന്ന് വാന്ന് പറയണതേ. സാറ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് അതിലിപ്പോൾ ഒരു ഇതുണ്ടാ. ഞാൻ എന്തൊരു ടെൻഷൻ അന്നേരം തിന്നെന്നറിയോ. അതായത് ഈ സിനിമയിലില്ലാത്ത സങ്കടവും ടെൻഷൻ സാരി എല്ലാം ഇതായി സത്യം. ഇങ്ങനെ ഒരു ഇതുമില്ലാതെ ഞാൻ അവിടെ നിന്ന് എന്തൊരു മാനസികാവസ്ഥയായിരുന്നു എൻ്റെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക്. അപ്പം ഇത് വീണ് കിട്ടിയ പോലെ പിന്നെ സന്തോഷം. ഞാൻ വരാന്ന് അപ്പൊ തന്നെ പറഞ്ഞു. ഇല്ല ഒന്നും പറഞ്ഞില്ല. ഇല്ല അപ്പൊ സുമേഷല്ലേ പറയണ. അപ്പൊ അങ്ങനെ അവിടെ വണ്ടി കേടായി. പിന്നെ ഒരു കണക്കിന് എന്തോ ഒക്കെ ചെയ്ത് വണ്ടി കുറേ, എന്നിട്ടും ഈ ക്രൗൺ പ്ലാസയുടെ ഒരു 50 മീറ്റർ ദൂരെ നിന്ന് ഞങ്ങൾ ഓടിയാണ് വന്നത്. വണ്ടി നിന്ന് പോയി. അപ്പോൾ പിന്നെ കൈ കാണിച്ചിട്ട് ആരും നിർത്തുന്നില്ല. അപ്പം പിന്നെ അവിടെ നിന്ന് ഓടി. അപ്പം ഇവിടെ വന്നപ്പോൾ സാറ് പോയി. ഇന്ന് അത്ര നോക്കിയിരുന്നില്ലേ, ഞങ്ങൾ ഈ വണ്ടിയൊക്കെ കേടായി. അപ്പം വേറെ മമ്മൂട്ടി സാറിനായിട്ട് എന്തോ മീറ്റ് ഉണ്ടെന്ന് എന്തോ പറഞ്ഞ്. അതെ അതെ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പോകാം, കുറേ നേരം നിന്നിട്ട് കണ്ടില്ല. അപ്പോൾ സുമേഷ് പറഞ്ഞു, ചേച്ചി പൊക്കോ, നിന്ന് വിഷമിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞ്. എനിക്ക് പോരാൻ തോന്നണില്ല കേട്ടോ. അവിടെയൊക്കെ പിന്നെ നടന്ന് മറ്റേ പ്രസ് മീറ്റ് നടന്ന സ്ഥലത്തൊക്കെ ഒന്ന് കയറി അവർ കാണിച്ചു, യൂട്യൂബർമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ പൊതിഞ്ഞ് സുലേഖ ചേച്ചിയാണോ എന്നും ചോദിച്ചു. അപ്പോഴാണ് എനിക്കറിയില്ല ഇതെന്തെന്ന് ഞാൻ ഓർത്ത്. സുലേഖ ചേച്ചിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വന്നു. പക്ഷെ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ, അത് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പൊതിഞ്ഞ്. അപ്പോൾ എന്താണെന്ന് ഓർത്ത് ഇങ്ങനെ ഇപ്പോൾ അവർ പറഞ്ഞ്, ചേച്ചിനെ ഇവിടെ ഇരുത്തിയിട്ട് ഒക്കെ പറയാനാണ് ചേച്ചിനെ വിളിപ്പിച്ച മുറിയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്കതൊക്കെ പുതിയ അനുഭവമല്ലേ. അപ്പോൾ എന്നിട്ട് അവിടെ കയറ്റി എന്നെ ഇരുത്തി ഒരു ഇൻ്റർവ്യൂ പോലെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം നമ്മളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. അത് കഴിഞ്ഞ് പോരാൻ തോന്നണില്ല. ഒന്ന് ഇങ്ങനെ സാറിനെ ഒന്ന് കാണണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം നിന്ന് തിരിച്ചു പോന്നു. പാലം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിക്കുവാണ്,
പൊയ്ക്കൊന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ ഇത്തിരി നേരം കടയിലൊക്കെ കയറി വെള്ളം കുടിച്ചോണ്ട് അല്ലെങ്കിൽ പിന്നെയും കുറേ പോകുന്നേനെ, തൃപ്പൂണിത്തറയൊക്കെ എത്തിയേനെ. അപ്പോൾ പിന്നെ സുമേഷ് വിളിച്ച് ചേച്ചി എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ട് മോനെ, ഈ പാലത്തിൻ്റെ ഇപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വേഗം വാന്നും പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ ഓടിച്ചെന്ന് നല്ല. അപ്പം എല്ലാം നല്ലതിനെന്ന് പറയാൻ പോലെ പിന്നെ ഓടിച്ചെന്ന്. അപ്പം സാറങ്ങനെ പിന്നെ നിങ്ങളെല്ലാം കണ്ടില്ലേ സീനൊക്കെ. അതെ അതെ, എന്തൊരു അത്ര ഒരു സ്നേഹത്തിൽ ഇപ്പം നമ്മളാരുമല്ല, അപ്പോൾ അങ്ങനെ ഇത്രയും താഴെക്കടയില ഒരു എന്തോ. അതെ 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 അതെ. അപ്പോൾ ഒരു സ്ത്രീയെ അങ്ങനെ അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഇത് ഭയങ്കര ഒരു സന്തോഷമായി. അത് ചേർത്ത് പിടിക്കലിന് ഇത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഞാനത് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര സന്തോഷമായി. അതെ അതെ, അത് വാക്ക് പാലിച്ച് അതിട്ട്. അപ്പൊ അവര് പറയണ എടി, അതെ 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 അതെ. അല്ല, അത് ഇപ്പൊ ഇല്ലാതിരുന്നത് നന്നായെന്നല്ലേ ഇപ്പൊ എല്ലാരും പറയണ. ഈ ഒരു ചെറിയ സീനായിരുന്നെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞു ഞാനുണ്ട്, ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ റിലേഷനൊക്കെ കാണും. അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞില്ലേ. അപ്പൊ അതിലെ ആൾക്കാർക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഇല്ലാഞ്ഞ് നന്നായെന്നാണ് ഇപ്പൊ പറയണത്. അപ്പൊ അത് ഭാഗ്യമാണ്, നല്ലതായി, വൈറലായി. എല്ലാവരും ഇവിടെ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടേക്കായിരുന്നു എൻ്റെ ഇത്. എല്ലാ ആൾക്കാരും നാട്ടുമ്പുറല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പം ഷെയർ ചെയ്യലും ഇത് എന്തായിരുന്നു ഇപ്പോഴും ഫോണിൽ നിന്ന് അത് എല്ലാവരും ഇങ്ങനെ അയച്ചു തന്നെ. ഗൾഫിലുള്ളവരൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ തമ്മിൽ ഭയങ്കര വിളി. എനിക്ക് 2 ദിവസം ഫോൺ ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല. ഈ ഒറ്റ കോള് ഞാൻ എടുക്കാതെ വരുന്നില്ല. അതായത് അത്രയ്ക്ക് സന്തോഷമായി എനിക്ക് എല്ലാവരോടും. ഇപ്പം നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ വിളിച്ചാൽ അപ്പം തന്നെ തിരിച്ചു വിളിക്കും. എല്ലാവരും ഇതൊക്കെ അയക്കണ്, മെസ്സേജുകൾ അയക്കണം. ഭയങ്കര സന്തോഷമായി. അതെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെന്നപ്പോ ആ പയ്യന്മാർ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോണതാ. സിബി, മറ്റേ ഈ ഡാൻഡി എന്ന് പറയണ സാബു ആണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അവർ ഡയലോഗ് പറയുമെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് വിളിച്ച് പെട്ടെന്ന് ഓടി ഈ വണ്ടിയിൽ തന്നെ പഴയ സാരിയൊക്കെ എടുത്ത് വെച്ച് ഓട്ടം കളഞ്ഞ് ഓടിച്ച് അവിടെ ചെല്ലുകയായി. ചോറ്റാനിക്കര അടുത്തായിരുന്നു ഷൂട്ട്. അപ്പം എനിക്ക് വഴിയൊക്കെ അറിയാമല്ലോ. ഉണ്ടാവുമെന്ന് പത്രസമ്മേളനത്തിലല്ലേ സാറ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കത് നല്ല പ്രതീക്ഷയുണ്ട്. പൈങ്കിളിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 14-ാം തീയതി, ഫെബ്രുവരി 14-ാം തീയതി. അപ്പം അവരൊക്കെ ഇതൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ചന്തു ഇല്ലേ, ചന്തുവിൻ്റെ മമ്മി. എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയതിൽ എനിക്ക് ഒരുപാട് നന്ദി, സ്നേഹവും എല്ലാവരോടും ഉണ്ട്.